പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകം. മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. നേരത്തെ ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ ഷമീമ എന്ന ജിന്നുമ്മ നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകം. സംഭവത്തിൽ മന്ത്രവാദിനി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. മന്ത്രവാദിനിയായ മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ഷമീമ എന്ന ജിന്നുമ്മ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, ഇവരുടെ സഹായികളായ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മദൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ വീട്ടിൽ ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കാര ചടങ്ങുകൾ നടത്തിയെങ്കിലും പിന്നീട് മരണത്തിൽ സംശയം തോന്നിയ മകൻ അഹമ്മദ് മുസമ്മിലിൻ ബിക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. 2013 ഏപ്രിൽ 14 ഗഫൂർ ഹാജി മരണപ്പെടുന്നത്. ഞങ്ങൾ ആ മരണത്തിന് ശേഷം ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങൾ സമർത്ഥിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ ചീഫ് D ശില്പ അവറുകളെയും ഇതിൽ അന്വേഷണം നടത്തിയ DCRBയുടെ DYSP ജോൺസൺ സാറിനെയും ASP ബാലകൃഷ്ണൻ സാറിനെയും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധം പുലർത്തുന്ന 2 വർഷത്തോളം കാലം ബന്ധം പുലർത്തുന്ന ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ജിന്നുമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ ആദ്യ അന്വേഷണ സംഘം നേരിട്ട ബേക്കൽ DYSPയെ അറിയിക്കുകയും 12 മാസക്കാലത്തോളം ഈ അന്വേഷണം ഒരർത്ഥത്തിലും മുന്നോട്ട് പോയില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ഉളവാക്കിയാണ്. പിന്നീട് ഞങ്ങൾ നിരന്തരമായി കർമ്മസമിതി സമരം നടത്തുകയും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ MLA അതുപോലെ MP അടക്കമുള്ള ജനപ്രതിനിധികളെ കാണുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുകയും DGPയെ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത് 2 മാസം മുമ്പാണ് DCRBയെ ഈ അന്വേഷണം ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ക്രൈംബ്രാഞ്ച് വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിലും DCRB ഏൽപ്പിച്ചപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെ എണ്ണക്കുറവും അതുപോലെ അന്വേഷണത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജോൺസൺ എന്ന് പറയുന്ന DYSP മിടുക്കനായ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തെളിയിക്കപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിഗൂഢമായ നീക്കങ്ങൾ ഇത് വിജയപ്രദമായി എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് ഉള്ളത്. ഏതായാലും ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്തെ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു. അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ. ഏതായാലും സന്തോഷമുണ്ട്. ഏതായാലും ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം, ഇനിയുള്ള തുടർ നടപടികളൊക്കെ ജില്ലാ പോലീസ് മേധാവിയും മറ്റു കാര്യങ്ങളും വിശദമാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ 596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു, ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാവിഷായി ജീവിച്ചു, ഇവരുടെ ആഡംബര ജീവിതം ഇത്തരം ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകം എന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ DCRBയെ ഏൽപ്പിച്ചപ്പോൾ ഏകദേശം ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന ഇടയിൽ ഇതിന് കാര്യമായൊരു സ്വാധീനം നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ ഉന്നത നേതാക്കളിൽ നിന്നും, ഏത് പാർട്ടിയെന്നറിയില്ല, ഉന്നതമായൊരു ഇടപെടൽ ഉണ്ടായി എന്ന് ഞങ്ങൾ സംശയിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങളുടേതായ രീതിയിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്, ഞങ്ങൾ മറ്റു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ട് അതിന് ഈ DYSPക്ക് പൂർണ്ണ പിന്തുണ നൽകി, SP പൂർണ്ണ പിന്തുണ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം കൃത്യമായ നിലയിലെത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥൻ നമ്മുടെ ബേക്കൽ DYSP ഒരുപാട് മികവുറ്റൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഇന്നും ഞങ്ങൾ അതുപോലെ തന്നെ കാണുകയാണ്. ഒരുപാട് കേസ് തെളിയിച്ച ഒരുപാട് കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു ബേക്കൽ DYSP ആയി ഉണ്ടായിരുന്ന. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ 14 മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇനി കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? മികവുറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2 മാസം കൊണ്ടാണ് DCRB ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്തിവരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. 2023 ഏപ്രിൽ 14 തീയതിയാണ് വ്യവസായി ഗഫൂർ ഹാജിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടത്. തുടക്കത്തിൽ സ്വാഭാവിക മരണം എന്ന നിലയിൽ അദ്ദേഹത്തെ പൂച്ചക്കാട് ഖബർസ്ഥാനിൽ ഖബറടക്കിയെങ്കിലും പിന്നീട് കുടുംബാംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഏകദേശം 596 പവൻ സ്വർണ്ണത്തോളം കുടുംബാംഗങ്ങളിൽ നിന്ന് പല തവണയായി അദ്ദേഹം സ്വരൂപിച്ചതായി കണ്ടെത്തിയത്. ഈ സ്വരൂപിച്ച സ്വർണം എവിടെ എന്ന ചോദ്യത്തിൽ പിന്നാമ്പുറങ്ങളിൽ പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ മരണത്തിൽ നാട്ടുകാരായ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ സംശയം തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പൂച്ചക്കാട് ജമാഅത്ത് കമ്മിറ്റി ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ആക്ഷൻ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായും കൃത്യമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ ഏകദേശം 1 വർഷത്തോളം ബേക്കൽ പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിലും ഒരു രീതിയിലും പ്രതികളെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ച് പലതവണ നടത്തിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ക്രൈംബ്രാഞ്ചിൻ്റെ കൃത്യമായ അന്വേഷണത്തിനും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ 4 പ്രതികളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിരുന്നു. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗഫൂർ ഹാജിയിൽ നിന്ന് ഷമീമ എന്ന ജിന്നുമ്മ 600 പവനോളം സ്വർണം കൈക്കലാക്കിയിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് സംഘം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത്. വീണ്ടും ഒരു മന്ത്രവാദം നടത്തുവാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയ സംഘം കൊലപാതകം നടത്തുകയായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തല ചുമലിലിടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകി. മന്ത്രവാദം നടത്തുന്ന സമയത്ത് വീട്ടിൽ മറ്റുള്ളവർ ഉണ്ടാകരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗഫൂർ ഹാജിയുടെ കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. കുടുംബാംഗങ്ങളിൽ നിന്ന് ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് സംഘം തട്ടിയെടുത്തത്. ബേക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് വിടുകയായിരുന്നു. ഷമീമ എന്ന ജിന്നുമ്മ നേരത്തെ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 2014 ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ ഇവർ കാസർഗോഡ് വ്യാപാരിയിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അജാനൂരിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് നിധിയുണ്ടെന്ന് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും തട്ടിയെടുത്തതായി ഇവർക്കെതിരെ പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.